UDFന്റെ സ്ഥാനാർത്ഥി ഇവിടെ എന്നോടൊപ്പം ചേരുന്നു. എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒരു സംഘർഷാവസ്ഥ ഉള്ളതുകൊണ്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി ഇവിടെ എല്ലാ ബൂത്തുകളിലും ക്യാമറ സ്ഥാപിക്കുവാനും എല്ലാ ഇൻ ഏജന്റുമാർക്കും ഔട്ട് ഏജന്റുമാർക്കും സ്ഥാനാർത്ഥിക്കും പോലീസ് പ്രൊട്ടക്ഷനും വാങ്ങിയായിരുന്നു. ഓർഡർ വാങ്ങി അത് കളക്ടറേറ്റിലും എല്ലാം അയച്ചു കൊടുത്തു. പക്ഷേ ഇന്ന് രാവിലെ 7 മണിക്ക് പോലും ക്യാമറ സ്ഥാപിച്ചില്ല. 7 മണിക്ക് സ്ഥാപിക്കാതെ 8 മണി കഴിഞ്ഞാണ് ക്യാമറ വന്നത്. അതിൽ തന്നെ ഒരു കളിയുണ്ടെന്നാണ് തോന്നുന്നത്. 7 മണി തൊട്ട് കള്ളവോട്ട് ചെയ്യാനായിട്ട് ഒരു പദ്ധതി ഇട്ടിരുന്നു. പക്ഷേ ആ സമയത്ത് നടന്നില്ലെങ്കിൽ അതിനുശേഷം വന്ന് ഏതാണ്ട് ആദ്യം 1-2 പ്രാവശ്യമൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർ ചലഞ്ച് ചെയ്യാനുള്ള അവസരം തന്നു. പിന്നെ അവസരം തന്നില്ല. അങ്ങനെ ഏതാണ്ട് ഒരു 100-100 പുറത്ത് വോട്ട് കള്ളവോട്ട് ഇവിടെ നടന്നു. കള്ളവോട്ട് ട്രാൻസ്ജെൻഡേഴ്സിനെ വെച്ചാൽ ഇപ്പം കള്ളവോട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ കൃത്യമായിട്ട് രേഖാമൂലം എന്ന് പറഞ്ഞാൽ പിന്നെ RO പറയുന്നത്, റിട്ടേണിംഗ് ഓഫീസർ പറയുന്നത് പേരും ഇതും ഉണ്ടെങ്കിൽ ചെയ്യാം. ഇതൊക്കെ ഈ കൌൺസിലറുടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് ചേർത്തിട്ടിരിക്കുന്ന ഇതൊന്നും ആദ്യത്തെ ലിസ്റ്റുകളിലൊന്നും വരില്ല. അവസാനം ഇറങ്ങുന്ന ലിസ്റ്റ് നമ്മളെ കൈ കിട്ടുമ്പോഴേക്കും ഇതിൽ തിരുത്തൽ വരുത്തേണ്ട സമയം കഴിയും. അങ്ങനെ ചേർത്തിട്ട കുറെ പേരുകൾ. എന്താണ് തുടർ നടപടി? ഞാൻ ഹൈക്കോടതി തന്നെ വിടും. ഒരു ഹൈക്കോടതി പോയാണ് ഈ ഓർഡർ വാങ്ങിച്ചത്. നാളെ ഹൈക്കോടതിയിൽ വീണ്ടും പോയി ഈ ബൂത്തിൽ, ഈ 2-ാം നമ്പർ ബൂത്തിൽ റീപോളിംഗ് ആവശ്യപ്പെടും. ഇത് ഇങ്ങനെ പോയാൽ പറ്റില്ല. അതായത് ജനാധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ കോർപ്പറേഷൻ ഇലക്ഷൻ പോകുന്നത്. എല്ലാ ബൂത്തുകളിലും 400-500ഓളം കള്ളവോട്ടുകൾ ചേർത്തിട്ട് വ്യാജ വിജയം നേടിയാണ് ഇവർ ഈ കോർപ്പറേഷൻ 10-40 വർഷമായിട്ട് ഭരിക്കുന്നത്. ഇത് നമ്മുടെ അത്തിയറമ്പളം ക്ഷേത്രത്തിനടുത്താണ് ബീന IAS, അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ADGP വിജയൻ IPS. അവരുടെ വീട്ടിൽ നിന്ന് 4 കള്ളവോട്ട് ചേർത്തു. ആ 4 കള്ളവോട്ടിൽ ഒരാൾ ഇന്ന് ഇവിടെ വോട്ട് ചെയ്തു. വിചിത്ര എന്ന് പറഞ്ഞൊരു കുട്ടി ഇന്ന് ഇവിടെ വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിനൊക്കെ അനുവദിക്കുന്നതെന്ന് അറിയില്ല. കള്ളവോട്ട് വ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വരുന്നു. നമ്മളകത്ത് നിന്ന് റിട്ടേണിംഗ് ഓഫീസറടുത്ത് പറയുമ്പോൾ, പ്രിസൈഡിംഗ് ഓഫീസറടുത്ത് പറയുമ്പോൾ അവർ പറയുന്നത് പിന്നെ പേരുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആർക്കും ഒന്നും ചെയ്യാം. പക്ഷേ ഈ പേര് മാറ്റാൻ വേണ്ടി കോർപ്പറേഷനിൽ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കളി അത്രയും കളിച്ചിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥന് 10-20 വർഷമായിട്ട് ആ സീറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എത്ര പേരെ കൊടുത്താൽ, എത്ര പരാതി കൊടുത്താലും ആ പരാതി ഒന്നും മൈൻഡ് ചെയ്യാതെ, ആ പരാതി നമ്മൾ ഇത്ര വോട്ട് കള്ളവോട്ട് ഇത്ര ബൂത്തിൽ കിടക്കുന്നു, ഇത്ര നമ്മളൊരു പരാതി 14 വോട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് ഇപ്പം 18 വോട്ടായി. ഈ രീതിയിലാണ് ഇലക്ഷൻ അട്ടിമറി നടക്കുന്നത്. ഇത്തരത്തിലാണ് ആക്ഷേപം. അതായത് ഇവിടെ കൃത്യമായ ഒരു നടപടി എടുക്കാൻ രാവിലെ മുതൽ ക്യാമറ വേണം, ഇൻ ക്യാമറ പ്രൊസീഡിംഗ്സിലായിരിക്കണം ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്ന ഒരു ആവശ്യം സ്ഥാനാർത്ഥികളടക്കം ആവശ്യപ്പെട്ടിട്ടും അത്തരം ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നതാണ് UDFന്റെ സ്ഥാനാർത്ഥി മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അതേസമയം നിലവിലുണ്ടായിരിക്കുന്ന ഈ കള്ളവോട്ട് ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നതോടെ വഞ്ചൂരിലെ 2-ാം നമ്പർ ബൂത്തിൽ നടന്ന വോട്ടിംഗ്, അത് റീപോളിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ ഉണ്ടായേക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉടലെടുക്കുന്നത്. ശരി, ഇനി നമുക്ക് അവിടുത്തെ LDF സ്ഥാനാർത്ഥി വഞ്ചൂർ ബാബുവിന്റെ വാക്കുകൾ കൂടി കേൾക്കാം.